itu Allah mereka. Me begnas talma birvako dina sallo pani tamilo simsi me pani ma jalebe ma parchauki പലരും ചോദിച്ചായിരുന്നു നേപ്പാളിലേക്ക് കയറാനുള്ള ഡോക്യുമെൻസിൻ്റെയും അതുപോലെ പെർമിറ്റിൻ്റെയൊക്കെ കാര്യം. ശരിക്കും ഞങ്ങൾക്ക് ഇതൊന്നും ആവശ്യം വന്നില്ല. കാരണം രാത്രി ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ആരും ഞങ്ങളോട് ചോദിക്കാനൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ കയറി പോയത്. പക്ഷേ ഞാൻ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ ആസ് പെർ ലോ അവിടെ ID കാർഡോ ആധാർ കാർഡോ ഒക്കെ കാണിച്ചാണ് കയറേണ്ടത്. പാസ്പോർട്ടും വിസയൊന്നും നമുക്ക് ഇന്ത്യക്കാർക്ക് ആവശ്യമില്ല, ബാക്കിയുള്ളവർക്കേ വേണ്ടുള്ളൂ. തെറി വിളിച്ചിട്ടുണ്ട് പുള്ളി. അതായത് നമ്മുടെ ഉദ്ദേശം നടന്നു. ഇപ്പോൾ നമ്മൾ വലത്തെ സൈഡിൽ നോക്കിയാൽ അതിവിശാലമായൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പുഴയാണ്. ഐ കാൻറ്റ് എക്സ്പ്ലെയിൻ ഹൗ മച്ച് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഇഫ് യു ലുക്ക് അതർ സൈഡ് ഓൾസോ സെയിം ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇങ്ങനെ കുറേ വേണ്ട, എല്ലാം മണ്ടന്മാരും ചെയ്യുന്നതല്ല. എല്ലാവരും ഹായ് പറ. 3 പേരേ ഉള്ളല്ലോ, ബാക്കിയുള്ളവരോടും കൂടെ പറ ഹായ് പറ. ജയ് ജവാൻ. അവിടെയാണ് ഞങ്ങൾ 2 ആൾക്കാരെ പരിചയപ്പെട്ടു. ഒരുത്തൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒരുത്തൻ റാസ. അവിടെ വെച്ച് ഞങ്ങൾക്ക് കിട്ടിയൊരു സുഹൃത്താണ് റാസ. All of a sudden, our bus stopped. One of the tires got punctured, I guess. ടയർ കേടായിട്ട് എന്തോ ചെയ്ത് അങ്ങനെ ടയർ മാറ്റാൻ നിർത്തി. We talk about our lives, and the one thing which bond us together was that we all are mad for traveling, making memories, doing what we love. After half an hour, our bus got repaired and we are ready to move forward. All of a sudden, we saw something unique. Women and men marching in long queues on the road. And it feels like Nepal welcomed us with open arms. And it seems like they are enjoying life. Our bus got broken again 2 times, and after 11 or 12 hours, we finally reached Pokhara. അങ്ങനെ നമ്മൾ പൊക്കറ എത്തി. എന്നിട്ട് നമുക്ക് പോകേണ്ടത് ടുട്ടുങ്കലോട്ടാണ്. ഇതുപോലെ ഹിന്ദി അറിയാമെന്നുള്ള ഭാഷയിൽ തട്ടിമുട്ടിയൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ നാട്ടുകാരോട് ചോദിച്ചു ഇതുപോലെ നമുക്ക് ടുട്ടുങ്ക പോകേണ്ട, എങ്ങനെയാണ് പോകുന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. പിന്നീടാണ് മനസ്സിലായത് ടുട്ടുങ്കിലോട്ട് ബസ്സില്ല, ഷെയർ ഓട്ടോയിലാണ് പോകേണ്ടത്. അങ്ങനെ നമ്മളൊരു ഷെയർ ഓട്ടോ കിട്ടി. ഷെയർ ഓട്ടോ എന്ന് പറയുമ്പം നമ്മളിവിടുത്തെ നാട്ടിലെ ചെറിയ വാന്, അതാണ് അവിടുത്തെ ഷെയർ ഓട്ടോ. കഷ്ടപ്പാടാണ് ഗൈസ്. തുത്തുങ്ങയിലേക്കുള്ള അടുത്ത വണ്ടിക്ക് ബസ്സല്ല, ഇത് വാനാണ്. ഹൈറ്റ് ഒരു ശാപമായി തുടങ്ങിയത് ആദ്യമായിട്ടാണ് ഗൈസ്. ഭാഗ്യത്തിന് എനിക്ക് ഇരിക്കാനും പറ്റി. നമ്മുടെ ഓട്ടോറിക്ഷയ്ക്കകത്ത് ഒരാൾ നിന്ന് പോകുന്നൊരു അവസ്ഥയില്ലേ, അതാണ് അവിടെ അതിനകത്ത്. പിന്നെ തലയൊക്കെ താഴ്ത്തി ഇങ്ങനെ കുനിഞ്ഞ് നിന്നൊക്കെയാണ് പോകുന്നത്. ഈ വാനെന്ന് പറയുമ്പം ഒരാൾക്ക് 25 രൂപ, ഒരാൾക്ക് 25, അങ്ങനെ 125 രൂപ. 5 പേർക്കും കൂടെ 125 രൂപയായി. ടുട്ടുങ്കലിൽ ലാസ്റ്റ് സ്റ്റോപ്പാണ് നമ്മൾ ഇറങ്ങേണ്ടത്, അത് പറഞ്ഞു തന്നു. അങ്ങനെ ഒരു നീണ്ട 12 മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ നമ്മൾ താമസ സ്ഥലം ടുട്ടുങ്കയിലെത്തി. എല്ലാവരും ദാഹിച്ചു വിശന്ന് മടുത്തിരുന്നു ശരിക്കും. ഫാമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹായ് താറാവുകൾ. പൂട്ടിയിട്ടേക്കണ. നമ്മളെ ഗേറ്റിന് മുമ്പിൽ ദർബെ കാത്തിരുന്നു. ദർബ വന്നാലേ നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. മഞ്ഞുമല മഞ്ഞുമല. അങ്ങനെ ദർബ എത്തി. ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. സമാധാനമായില്ല. ഇതുവരെ നമ്മൾ ബജറ്റിനെ കുറിച്ചൊന്നും സംസാരിച്ചില്ല. യാത്രയുടെ എത്ര ചിലവായെന്നൊന്നും അധികം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞില്ല.
ഇതുവരെയുള്ള ഒരാളുടെ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ട്രെയിന് 920, ടാക്സി 200, ബസ് 350, ഷെയർവാൻ 25. അങ്ങനെ ഇൻ ടോട്ടൽ 1495 രൂപയാണ് ഒരാൾക്ക് ഇതുവരെ ആയിരിക്കുന്ന ചിലവ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം, എങ്ങനെയൊക്കെ യാത്രയിൽ ചിലവ് കുറയ്ക്കാം? പ്രധാനമായിട്ടും യാത്രയിൽ 3 കാര്യങ്ങൾക്കാണ് ചിലവ് വരുന്നത്. ഒന്ന് വണ്ടിക്കൂലി, പിന്നെ ഭക്ഷണം, പിന്നെ താമസം. നമ്മൾ പരമാവധി പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് യൂസ് ചെയ്തത്. അതായത് ടാക്സി, ഓട്ടോ ഒക്കെ അത്രയും ഗതികെട്ടാൽ മാത്രം എടുക്കുക. പിന്നെ ആരോഗ്യം ഉണ്ടെങ്കിൽ 6 കിലോമീറ്റർ വരെയൊക്കെ നമ്മൾ നടക്കും. ഹിച്ച് ഹൈക്കിങ് പോലുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ 5 പേരുള്ളതുകൊണ്ട് അതിവിടെ നടക്കില്ല. രണ്ടാമത്തെ ഭക്ഷണം നമ്മൾ നന്നായിട്ട് കുറച്ചായിരുന്നു. അതായത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം മാത്രം. ദിവസം 2 നേരമൊക്കെ ഫുഡ് ഉണ്ടായിരുന്നുള്ളൂ. മൂന്നാമതാണ് താമസം. നമ്മൾ ഈ ട്രിപ്പിൽ ഏറ്റവും ലാഭിച്ചതും താമസത്തിലാണ്. ടുട്ടുങ്കയിലെ സ്റ്റേ പോലും നമ്മൾ കൗച്ച് സർഫിംഗ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് വഴിയാണ് സെറ്റപ്പ് ആക്കിയത്. ലോകത്ത് എവിടെ പോയാലും യാത്രക്കാർക്ക് സൗജന്യമായിട്ടുള്ള താമസ സൗകര്യം, അതാണ് കൗച്ച് സർഫിംഗ് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് ലോഗിൻ ചെയ്യാം, ഫ്രീ അക്കോമഡേഷൻ ആക്സസ് ചെയ്യാം, ഒരു നാട്ടിലെ ലോക്കൽസിൻ്റെ കൂടെ താമസിക്കാം, അവിടെ നിന്നുകൊണ്ട് ചുറ്റുപാടും നല്ല സ്ഥലങ്ങൾ നമുക്ക് കാണാം. അതുപോലെ യാത്രക്കാർ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അവർക്ക് താമസം കൊടുക്കാം, സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാം. അങ്ങനെ യാത്രക്കാർക്ക് വേണ്ടിയുള്ള ഒരു സോഷ്യലൈസിങ് പ്ലാറ്റ്ഫോമായിട്ട് കൗച്ച് സർഫിങ്ങിനെ നമുക്ക് കാണാം. പിന്നെ നമ്മൾ അടുത്തുള്ള കടയിൽ പോയി അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങി, അരിയും മുട്ടയും ഉപ്പുമൊക്കെ. പിന്നെ വൈകിട്ട് ഒന്ന് നടക്കാൻ ഇറങ്ങി. ടുട്ടുങ്ക വ്യൂ പോയിൻ്റ് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ വീട്ടിൽ പോയി ഭക്ഷണം ഉണ്ടാക്കി മൊത്തം അടിപൊളി ചെയ്യുന്നു. എവിടെ അവൻ? എനിക്ക് കിഴങ്ങരിയെ അറിയാമല്ലോ, അതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാവർക്കും ഉള്ളതുണ്ടോ? 3 ദിവസം പട്ടിണി കിടന്ന് പിന്നീട് നമ്മൾ തന്നെ ഉണ്ടാക്കി വളരെ രുചികരമായ ഫുഡ്. കുഴിമന്തിക്ക് കിട്ടും ഇത്രയും ഫീല്. 4 ദിവസം കൂടി കഴിച്ചു, 4 ദിവസം കൂടി വൃത്തിക്കൊന്ന് ഉറങ്ങണം. അത് ഈ കിഴങ്ങറി എന്ന് പറഞ്ഞ ഒരു പരീക്ഷണമായിരുന്നു. ഞാൻ വെന്തിട്ടില്ലാത്തതുകൊണ്ട് കുറച്ച് വെള്ളം അങ്ങനെ ഒഴിച്ചാലോ എന്ന് പ്ലാൻ ചെയ്ത് വെള്ളം ഒഴിച്ച് അത് വറ്റിച്ചെടുത്ത്. നാളെ എങ്ങോട്ടാ പോകുന്നത്? അതൊന്നും അടയ്ക്കണ്ട. നാളെ എങ്ങോട്ടാ പോകുന്നതെന്ന് പറ. നാളെ എങ്ങോട്ടാ പോകുന്നത് എനിക്കറിയാമല്ല. നാളെ ഞങ്ങൾ ഗാന്തറൂക്കിലേക്കാണ് പോകുന്നത്. അന്ന് ഞങ്ങൾ കിടന്നുറങ്ങി, രാവിലെ എഴുന്നേറ്റു. അപ്പോൾ പല്ല് കഴിക്കണം, കഞ്ഞി കഴിക്കണം, പിന്നെ പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കൊത്തുന്ന പറയാം നന്നായിട്ട്. അതൊറ്റ വലുതൊറ്റ കൊത്തി ചോദം രസമായിരിക്കും. മോനെ എനിക്കടാ. പിന്നെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കഴിച്ചു. ഇത് നമ്മളുടെ അവസാന അത്താഴം, ബ്രേക്ക്ഫാസ്റ്റ്. മടങ്ങി വരുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ ലാസ്റ്റ് സഫർ. 2, 4, 6. ഓക്കെ, ബാഗ്ലൂക്ക് ബസ് പാർക്ക്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നേപ്പാൾ നഗരത്തിലൂടെ ഞങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. ബാംഗ്ലൂക്ക് ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രക്കിടയിൽ നിന്നാണ് ഈ ദൃശ്യം ഞാൻ പകർത്തുന്നത്. കെട്ടിടങ്ങൾ പലതും കെട്ടിടങ്ങളല്ല, അമ്പരച്ചുംബികൾ കാണാൻ തന്നെയില്ല. ഒട്ടും വികസിതമല്ലാത്ത ഒരു രാജ്യമാണ് നേപ്പാൾ. ഞങ്ങൾ ബസ് പാർക്കിലെത്തി. കുറേ നേരം ബസ് കാത്തു നിന്ന് ബസ് കിട്ടി. അറിയില്ല, ഏകദേശം 3 മണിക്കൂറോളം ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്തു. വഴിയൊക്കെ ഭയങ്കര മോശമായിരുന്നു. റോഡൊക്കെ ശരിയാക്കുന്നൊരു സമയമായിരുന്നു. ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു റോഡിൽ. ക്യാമറ ഇങ്ങനെ
ഞങ്ങളങ്ങനെ സ്ഥലത്തെത്തി. ഇവിടെ നിന്നും ഏകദേശം മണിക്കൂറുകൾ എടുത്തു വേണം ട്രക്ക് ചെയ്ത് ഗാംഗ്രുക് എന്ന വില്ലേജിലേക്ക് എത്താൻ. നമ്മൾ ഗാംഗ്രുക്കിലേക്ക് ട്രക്ക് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ. 4 മണിക്കൂർ ഹാർഡ് ട്രക്കാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ജീപ്പ് ഉണ്ട്, പക്ഷെ നമ്മൾ ജീപ്പിൽ പോകണില്ല. കാരണം ട്രക്കാണ് കുറച്ചും കൂടെ. നമ്മൾ ട്രക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ വന്നത്. യെസ്, അതുമാത്രമല്ല നമ്മുടെ കയ്യിൽ കാശിനേക്കാൾ കൂടുതൽ സമയമാണുള്ളത്. അതെ, ഒരുപാട് സമയം. കാശാണെങ്കിലോ തീരെ കുറവ്. ഓക്കെ ബ്രോ, ഗാംഗ്രുക്ക് അല്ലേ? അപ്പോൾ ഗാംഗ്രുക്കിലേക്ക് ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചെങ്കിലും ഞങ്ങൾക്ക് പിന്നീട് നടക്കുവാനുള്ള ഒരു ഇതിൽ നിന്നും പെട്ടെന്നാണ് ഞങ്ങൾക്കൊരു ബസ് കിട്ടിയത്. സോ ഗാംഗ്രുക്കിലേക്കുള്ള ബസ് ഒരാൾക്ക് 200 രൂപ വെച്ചാണ് വാങ്ങുന്നത്. ഓക്കെ, ആ ബസ്സുകാർ ഒരുപാട് റേറ്റാണ് ഞങ്ങൾ ചോദിച്ചത്. പക്ഷെ അത്രയും രൂപയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബസ്സുകാരോട് കിടന്ന് തർക്കിച്ച്. ഞങ്ങളങ്ങനെ ബസ്സുകാരോട് തർക്കിച്ച് അവരെ ഞങ്ങളെ വഴിയിൽ ഇറക്കി വിട്ടു. ഞങ്ങൾ എന്നിട്ട് നടന്നു പോകാൻ തീരുമാനിച്ചു, ബസ്സിൽ കയറാതെ. അവിടെ ഒരു എത്തിയപ്പോൾ അവിടെ ഒരു പെർമിറ്റ് കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് പെർമിറ്റിന് 2000 രൂപ കൊടുക്കണമെന്ന്. ശരിക്കും പെർമിറ്റ് വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ, ഒരു ആഷിഖ് റഹീമാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ പെർമിറ്റ് ഒരാൾക്ക് 2000 രൂപ കൊടുത്ത് ഞങ്ങളുടെ ബഡ്ജറ്റിൽ അത്രയും രൂപ ഇല്ലാത്തതുകൊണ്ട് വന്നതുപോലെ തന്നെ തിരിച്ചു പോയി. എല്ലാവരും കൂടെ നമുക്ക് പണി തന്നു, നമ്മൾ തിരിച്ചു പോവുകയാണ്. ഒരു ദിവസത്തെയും 300 രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. വ്യക്തമായ പ്ലാനോടുകൂടിയാണ് ഇനിയുള്ള യാത്ര. നമ്മളെ തിരിച്ചങ്ങനെ പോകുമ്പോൾ അന്നപൂർണ്ണ കയറിയിട്ട് വരുന്ന 2 വിദേശികളൊക്കെ ഉണ്ട്. അവരുടെ അനുഭവങ്ങളെല്ലാം അവർ പങ്കുവെച്ചു. ഭയങ്കര രസമായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ അവലുണ്ടായിരുന്നു. ഞങ്ങളത് അവരൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കഴിച്ചു. അന്നത്തെ ദിവസം മൂഞ്ചിന്ന് വേണേൽ പറയാം. ഒരു ദിവസം ഫുള്ള് അങ്ങനെ പോയി. ഞങ്ങളിപ്പോൾ ഗാംഗ്രുക്ക് വില്ലേജിലെ വിസിറ്റ് കഴിഞ്ഞ് തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. വളരെ രസകരമായിരുന്നു യാത്ര. പക്ഷേ ഞങ്ങൾ പെർമിറ്റ് ചോദിച്ചിട്ടും ഇല്ലാത്ത രീതിയിലാണ് കയറിയത്. അതുകൊണ്ട് ഇനി വരുന്നവർ പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഗാംഗ്രുക്ക് കയറാവുള്ളൂ. ഓക്കെ, ബൈ. നമുക്ക് ഫ്രീ ആയിട്ട് ലോഗിൻ ചെയ്യാം. കൈകെട്ടാൻ അവർക്ക് സംഭവിച്ചത് എന്താണ്? ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആ യാത്രയിലേക്കാണ് ഈ എപ്പിസോഡ് പോകുന്നത്. എപ്പിസോഡ്